നമസ്കാരം. പ്രധാന വാർത്തകൾ. ND അപ്പച്ചനെതിരെ DCC ഓഫീസിൽ പോസ്റ്റർ. വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചനും T സിദ്ദിഖ് MLAക്കുമെതിരെ വയനാട് DCC ഓഫീസിൽ പോസ്റ്റർ. DCC പ്രസിഡന്റ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പോസ്റ്ററിൽ കൊലയാളി സംഘത്തെ പുറത്താക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്നും ആവശ്യപ്പെടുന്നു. DCC ട്രഷറർ NM വിജയൻ ജീവനൊടുക്കിയ കേസിൽ പ്രതിയാണ് ND അപ്പച്ചൻ. ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിയാണ് കേസ്. ഈ പശ്ചാത്തലത്തിലാണ് പോസ്റ്റർ. അതേസമയം ഒന്നാം പ്രതി IC ബാലകൃഷ്ണൻ MLAയുടെ പേര് പോസ്റ്ററിൽ പരാമർശിക്കുന്നില്ല. ചുരം കയറുവെന്ന MLA കൂട്ടുപിടിച്ച് ND അപ്പച്ചൻ പാർട്ടിയെ നശിപ്പിക്കുന്നുവെന്നും പോസ്റ്ററിലൂടെ വിമർശിക്കുന്നു. പാവം പേറുന്ന അപ്പച്ചനെ പാർട്ടിക്ക് വേണ്ട, അഴിമതിയും മതവെറിയും കൊണ്ട് നടക്കുന്ന DCC പ്രസിഡന്റ് ഈ പാർട്ടിയുടെ അന്തകനെന്നും പോസ്റ്ററിൽ പറയുന്നു. സേവ് കോൺഗ്രസ് ഫോറം എന്ന പേരിലാണ് പോസ്റ്ററുകൾ. വാഹനാപകടം, 3 പേർ മരിച്ചു. ബംഗളൂരു ഹാസനിലാണ് അപകടം നടന്നത്. ഇരുചക്ര വാഹനം ട്രക്കിലിടിച്ചുണ്ടായ അപകടത്തിൽ വിദ്യാർത്ഥി അടക്കം 3 പേർ മരിച്ചു. ബൈക്കിൽ മൂവരും സഞ്ചരിക്കവേ ടയർ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ട്രാക്കിൽ ഇടിക്കുകയായിരുന്നു. ദേശീയപാത 75-ൽ ശാന്തിഗ്രാമയിലാണ് അപകടം. 52-കാരന്റെ മൃതദേഹം തോട്ടിൽ കണ്ടെത്തി. കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ വല്ലത്തായിപ്പാറ കൂടരഞ്ഞി റോഡിന് സമീപത്തായുള്ള തോട്ടിലാണ് ഇന്ന് രാവിലെയോടെ നാട്ടുകാർ മൃതദേഹം കണ്ടത്. കാരശ്ശേരി മുട്ടോളി സ്വദേശിയും തെങ്ങുകയറ്റ തൊഴിലാളിയുമായ അച്യുതൻ എന്നയാളാണ് മരിച്ചതെന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞു. 52 വയസ്സായിരുന്നു. തോട്ടിലൂടെ വെള്ളമൊഴുകുന്ന ഭാഗത്താണ് മൃതദേഹം കവിഴ്ന്നു കിടക്കുന്ന തരത്തിൽ കണ്ടത്. ഈ ഭാഗത്ത് പാറ കല്ലുകളുമുണ്ട്. തോടിന് സമീപത്തായുള്ള കലങ്കിലിരുന്നപ്പോൾ തോട്ടിലേക്ക് വീണുപോയതാവാം എന്നാണ് പ്രാഥമിക നിഗമനം. മുക്കം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ചെന്താമര വിദഗ്ധനായ ക്രിമിനൽ, ക്രൈം സീൻ പുനരാവിഷ്കരിക്കും. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമര അതിവിദഗ്ധനായ ക്രിമിനൽ എന്ന് പാലക്കാട് SP രാജേഷ് കുമാർ. മണിക്കൂറുകളോളം ഒളിച്ചിരുന്ന പോത്തുണ്ടി മലയെക്കുറിച്ച് അയാൾക്ക് കൃത്യമായ ധാരണയുണ്ട്. എവിടെ ഒളിക്കണമെന്നും പ്രതിക്ക് കൃത്യമായി അറിയാം. മലയുടെ മുകളിൽ മറഞ്ഞിരുന്ന് പോലീസിന്റെ നീക്കങ്ങളെല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. വിശപ്പ് സഹിക്കാനാകാതെ രാത്രി പുറത്തു വരികയായിരുന്നു. ഏറെ നാളായുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും SP വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ചൊവ്വാഴ്ച രാത്രി 10:30-യോടെയാണ് പ്രതിയെ പിടികൂടിയത്. മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിന് ശേഷമാണ് ഇത് സാധ്യമായത്. ഇയാളെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടതായി ആളുകൾ പറഞ്ഞു. എല്ലായിടത്തും പോലീസ് അന്വേഷിച്ചു. ഒടുവിൽ വീടിന് സമീപത്തെ വയലിൽ നിന്നാണ് പിടിയിലായത്. കസ്റ്റഡിയിലുള്ള പ്രതിയെ ഇതിനോടകം 1 തവണ വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. പ്രാഥമിക വിവരങ്ങൾ ലഭിച്ചെങ്കിലും വീണ്ടും ചോദ്യം ചെയ്യും. സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ക്രൈം സീൻ പുനരാവിഷ്കരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ചൂടിന് ശമനമില്ല, മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ചൂട് കൂടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 2 മുതൽ 3 വരെ ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനാണ് സാധ്യത. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 വരെയുള്ള സമയത്ത് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കരുതെന്നും നിർദ്ദേശമുണ്ട്. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരാനും നിർദ്ദേശമുണ്ട്.